ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നൊരു വീക്ക്ലി വ്ളോഗാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏത്തപ്പഴവും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങിയതാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെയാണ് ഏത്തപ്പഴം കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ ഒന്നെങ്കിലും ഞാൻ പുഴുങ്ങി കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ കുറച്ച് പഴങ്കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് തൈരും കണ്ണിമാങ്ങ അച്ചാറും ചെറിയുള്ളിയൊക്കെ അങ്ങോട്ട് ഉടച്ച് എല്ലാവർക്കും വാരി കൊടുത്തു. ഇത് നമുക്ക് ഉച്ചയ്ക്ക് മീനുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോയ സമയത്ത് വാങ്ങിക്കൊണ്ട് തന്നതാണ്. അപ്പോൾ ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. തുണി മടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്നപ്പോഴത്തേന് ഏട്ടൻ നോക്കുക എല്ലാം ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചു. ഫിഷ് കറി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ സ്മെല്ല. അങ്ങനെ അടുത്ത ദിവസമായി ഇപ്പം ഞാൻ വിവാൻകുട്ടിയുടെ സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ക്ലാസ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. P6-ലെയും P7-ലെയും കുട്ടികളുടെ ഷോ ആയിരുന്നു. അപ്പം P7-ലെ കുട്ടികൾ ഇതോടുകൂടി ഇനിയിപ്പോൾ ഹൈസ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അവരുടെ ലാസ്റ്റ് ഷോയാണ് ഈ സ്കൂളിലെ. രണ്ട് മണിക്കൂറിൻ്റെ ഷോ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേന് രാത്രി ഒരു 8 മണിയായി. പിന്നെ ഏട്ടൻ വന്ന് പിക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും ഇതുപോലെ പുല്ലൊക്കെ വെട്ടി എല്ലാവരും വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അറിയാമല്ലോ പഴയ വീട്ടിലുള്ളപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വലിയൊരു ഗ്രൗണ്ട് പോലെ കിടക്കണം. അത് അവർ ഇങ്ങനെ നീറ്റാക്കി ഇടും എപ്പോഴും. ഇത് അടുത്ത ദിവസം ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിയാനോ ക്ലാസ്സിന് വിവാനെ കൊണ്ടുപോയി വിട്ടിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ്. അരമണിക്കൂറേ ഉള്ളൂ ക്ലാസ്. പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ദൂരം അവിടെ ഇങ്ങനെ നടന്നു. ആദ്യത്തെ 1-2 ക്ലാസ്സിൽ മാത്രമാണ് ഞാൻ പോയത്. പിന്നെ ഏട്ടനാണ് കൊണ്ടുപോയി വിടുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നടക്കാനും നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു. കുറേ ദൂരം നമ്മൾ നടന്നു. അപ്പം തന്നെ ക്ലാസ് കഴിയാറായി. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഞാനും ഏട്ടനും വിവാൻകുട്ടിയും കൂടാണ് ഇന്ന് സ്കൂളിലേക്ക് പോകണം. പക്ഷേ ഏട്ടൻ വേറെ റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോകും, വേറെ ബസ് പിടിക്കാൻ. ഞങ്ങൾ രണ്ടുപേരുടെ മറ്റൊരു റൂട്ടിൽ പോകും. പക്ഷേ ഏട്ടനും വേണം ഞങ്ങളുടെ കൂടെ വരാം. ഏട്ടൻ പക്ഷേ വരില്ല, കാരണം അത് ഒരുപാട് ചുറ്റിയാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ബസ്സിൽ കയറില്ല. I'm a trustful lady. You can trust me. So I've been reading Common Sense by Thomas Paine. Some men say that I'm intense. I'm saying you want a revolution. She mother? They actually know good. No, good audience. Media ke velti. പാട്ട് പഠിപ്പിച്ചത് കർണാട്ടിക് മ്യൂസിക്കും മലയാളം സോങ്ങൊക്കെ ആണെങ്കിലും പക്ഷേ പുള്ളിക്കാരിക്ക് പാടാൻ ഇഷ്ടം ഇംഗ്ലീഷ് പാട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പിസ്സ ആയിരുന്നു. വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ പിസ്സ ഓർഡർ ചെയ്യാറുണ്ട്. വിമാന സ്കൂളിൽ ഔട്ട്ഡോർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ അതിനെയൊക്കെ എടുത്ത് കഴുകാൻ ഇടാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു മരത്തൊലി കണ്ടത്. വിവാന് 2-3 ഫ്രണ്ട്സും കൂടെ ചേർന്ന് മരത്തിൻ്റെ തൊലി എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വെളിയിൽ കൊണ്ടുപോയിട്ട് ഈ പ്രാവശ്യത്തെ ടോപ്പിക്ക് വിവാൻ പറഞ്ഞത് നേച്ചർ ഫോട്ടോഗ്രാഫിയെ പറ്റിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാം വുഡ് വെച്ചിട്ട്, അങ്ങനെ ഉള്ള വുഡുമായിട്ടും പ്രകൃതിയുമായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഔട്ട്ഡോർ ലേണിങ്ങിൽ അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതായിരുന്നു ആ ക്ലാസ്. അപ്പോൾ അതിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ഒരു തൊലി. പിന്നെ അവൻ ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവൻ വീട്ടിലെടുത്തോണ്ട് വന്നു. അവൻ്റെ ഫ്രണ്ട്സ് തന്നെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞത്. ഇത് പിന്നെ കുറച്ച് ദിവസത്തേക്ക് കളയാനൊന്നും സമ്മതിക്കില്ല. ഞാൻ പിന്നെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഉച്ചയ്ക്കത്തെ ഫുഡും കൂടെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് വന്നു കേട്ടോ. മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങിനെ ഞാനിങ്ങനെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രാവിലെ വർഷക്കുട്ടിക്ക് സ്കൂളിൽ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് റെഡിയാക്കി വെച്ചത്. പക്ഷേ അത് എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ക്രിസ്പി ആവുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് കോൺഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതിട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ആയേനേമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് നടന്നില്ല, എന്നാൽ പിന്നെ ചോറിനുള്ള
മെഴുക്ക് പുരട്ടിയാക്കുക അത് വെച്ച്. ഇന്ന് കുറച്ചേറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു തനിനാടൻ ഊണ്. ശനി ഞായറും ഒക്കെയാണ് എല്ലാവരും കൂടി ഇരുന്ന് ഇതുപോലെ നാടൻ ഊണൊക്കെ കഴിക്കാൻ പറ്റുന്നത്. ഞാൻ എന്ത് വെച്ചാലും ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനെ വിളിച്ചിട്ടാണ് ടേസ്റ്റ് നോക്കിക്കുന്നത്. ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് പറയുന്ന ഏട്ടനാണ് കേട്ടോ. അല്ലെങ്കിൽ വഷിക്കുട്ടി വേണം. അവൾ കറക്റ്റായിട്ട് പറയും. എനിക്ക് പൊതുവെ ഉപ്പിച്ചിരി കുറവ് മതി. ഇവർക്കൊക്കെ കറക്റ്റായിരിക്കണം. അപ്പം പിന്നെ ഏട്ടനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏട്ടൻ കറക്റ്റായിട്ട് പറയും. ഈ ഒരു എക്സോസ്റ്റഡ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ആരെന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. ഇത് പഴയ ടൈപ്പാണ് കേട്ടോ. ഭയങ്കര സൗണ്ടാണ്. അത് കാരണം ഞാൻ ചിലപ്പോൾ ഇടാറില്ല. ആ സമയത്ത് കറക്റ്റായിട്ട് പുകയടിച്ചിട്ട് ഇവിടെ അലാറം അടിക്കാൻ തുടങ്ങും. പിന്നെ അതുകൊണ്ട് അങ്ങ് ഇട്ട് വിടും. അപ്പോഴത്തേൻ്റെ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയായി. നല്ല നാടൻ ഊണാണ് കേട്ടോ. നല്ല മീൻകറിയും മീൻ വറുത്തതും മോരുകറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു കിടിലൻ ഊണായിരുന്നു. വർഷക്കുട്ടി സ്കൂളിൽ നിന്ന് വരുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവൾക്ക് സ്കൂളിലൊരു പ്രോഗ്രാമുണ്ട്. അവർക്ക് സ്കൂൾ ഷോ ഇങ്ങനെ നടക്കുവാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ജൂലൈ ഓഗസ്റ്റിലാണ് വെക്കേഷൻ ഇവിടെ. ഇനി എപ്പോഴാണ് പോകേണ്ടത്? 5:30 പോകണോ? ഓക്കെ. ഈ കാണിക്കുന്നത് ലൈഫ് 360 എന്ന് പറയുന്ന ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഫോണിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വഷിക്കുട്ടിയുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾ എവിടെ പോയാലും അവൾ സ്കൂളിലെത്തിയോ വീട്ടിലെത്തിയോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ ലൈവായിട്ട് കാണിക്കും. നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരും വീട്ടിലെത്തിയോ സ്കൂളിലെത്തിയോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആണല്ലോ സ്കൂളിലൊക്കെ പോകുന്നത്. വീട്ടിലിരിക്കുന്ന നമുക്കൊരു മനസ്സമാധാനത്തിന് ഇപ്പോൾ ഇവിടെ സ്കൂൾ തൊട്ടടുത്താണ്, നടന്നുള്ള ദൂരമേ ഉള്ളൂ. നേരത്തെ പഴയ വീട്ടിലിരിക്കുമ്പോൾ ബസ്സിലാണല്ലോ വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇത് നല്ല ഉപകാരമായിരുന്നു. ഞാനും വിമാൻകുട്ടിയും കൂടെ വർഷയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വർഷ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇന്ന് ഒരു മ്യൂസിക്കൽ ഷോയാണ്. കഴിഞ്ഞ പ്രാവശ്യം നാടകമായിട്ടായിരുന്നു. അത് മ്യൂസിക് വിത്ത് നാടകമായിരുന്നു. ഇത് പാട്ടും ഡാൻസും കൂടെ ഒക്കെ ചേർന്നിട്ട് ഉള്ള ഒരു ഷോയാണ് കേട്ടോ. ഇത് ടിക്കറ്റ് വെച്ചിട്ടാണ് അവർ ഷോ നടത്തുന്നത്. ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് ലൈവായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്നത്. ഈ പാട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബ്രേക്ക് വിട്ടതാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും ഷോയുണ്ട്. ഏകദേശം 2 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാമാണിത്. വഷിക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുവാണ് കേട്ടോ. നന്നായിട്ട് പാടിയെന്നൊക്കെ പറഞ്ഞ്. നല്ല അടിപൊളി ഷോ ആയിരുന്നു. ഫുൾ എനിക്ക് പാട്ട് ഇടാൻ പറ്റില്ല, കാരണം ഇവരുടെ കരോക്കെ കോപ്പിറൈറ്റ് അടിക്കും. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ റാഗി കുറുക്ക് കൊച്ചു പിള്ളേർക്ക് കൊടുക്കുമല്ലോ. റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. സാധാരണ പശുമ്പാലിൽ ഞാൻ കുറുക്കാറുണ്ട്. പിന്നെ ഇച്ചിരി ഏലക്കാപ്പൊടിയും പിന്നെ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര ഒന്ന് അരിച്ചിട്ടാണ് ചേർക്കുന്നത്. അല്പം മണ്ണും പൊടിയൊക്കെ കാണുമല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഇത് എല്ലാം കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം സ്റ്റൗവിൽ വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകിപ്പോവും. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം നമുക്ക് സാധാരണ പശുമ്പാൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ തേങ്ങാപ്പാലിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ. കൈവിടാതെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി ഒന്നും എടുക്കണ്ട. ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് പാലോ തേങ്ങാപ്പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താ പഞ്ഞിപ്പുല്ലിൻ്റെ ആ ഒരു
തോടുണ്ടല്ലോ അതിൻ്റെ പുറത്തെ ആ തൊലി ചിലപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കാൻ കുറച്ച് പാടാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞിലെ ഇവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അമ്മയൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടൊന്ന് അരിച്ചെടുത്തിട്ടാണ് പിന്നെ ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ടാണ് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ വലിയ കുട്ടികളാണല്ലോ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ആ പൊടി ഡയറക്റ്റായിട്ട് ഇട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്തിട്ട് അങ്ങ് കുറുക്കിയെടുക്കുമായിരുന്നു ചെയ്തത്. നല്ല ഹെൽത്തിയാണ്, നമുക്ക് നന്നായിട്ട് വയറും നിറയും, പിള്ളേർക്കൊക്കെ നല്ല കാൽഷ്യവും എല്ലാം കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അങ്ങനെ ഈവനിങ് ഒരു 6:30 ആയപ്പോഴത്തേന് ഏട്ടൻ ഓഫീസിൽ നിന്ന് എത്തി. ഇന്ന് ഏട്ടന് പോകേണ്ട ദിവസമായിരുന്നു. അങ്ങനെ വന്ന ഉടനെ തന്നെ ഏട്ടൻ നമുക്ക് ചോക്ലേറ്റൊക്കെ തന്നു കേട്ടോ. എപ്പോഴോ വെളിയിൽ പോയ സമയത്ത് വാങ്ങിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഒരു പീസ് ചോക്ലേറ്റ് കഴിച്ചു. ഞാനങ്ങനെ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഫുള്ളങ്ങനെ എല്ലാം അങ്ങനെ അവോയ്ഡൊന്നും ചെയ്തിട്ടില്ല. എല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷേ എല്ലാം കുറച്ച് കുറച്ചേ കഴിക്കുന്നുള്ളൂ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ രാത്രിയിലത്തേക്ക് ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ ബസ്മതി റൈസാണ് വെച്ചത്. അപ്പോൾ പശുക്കുട്ടി പറഞ്ഞു അവൾക്ക് തൈര് സാദം മതിയെന്ന്. അങ്ങനെ തൈര് സാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ, വളരെ പെട്ടെന്ന് ഏത് സമയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ കുറച്ച് കടുമാങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുത്തു. ഇതിവിടെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ അത് അവൾക്ക് കൊടുത്തു. സമയം ഏകദേശം ഇപ്പോൾ 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല വെട്ടമാണ്. ഇപ്പോൾ ഒരു 11 മണിയാവണം ഒന്ന് ഇരുട്ടണം. വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോൾ നേരം വെളുക്കുകയും ചെയ്യും. അപ്പോൾ ഏട്ടന് ഇവിടെ കുറച്ച് കണവ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, എന്ന് വെച്ചാൽ സ്ക്വിഡ്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കില്ല, കാരണം എനിക്കത് കുറച്ച് അലർജിയാണ്. എനിക്ക് പ്രോൺസ് സ്ക്വിഡ് ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അത് ഉണ്ടാക്കിയ അതിൻ്റെ സ്മെല്ലടിച്ചാൽ കൂടി എനിക്ക് ഭയങ്കര ഇച്ചിങ് പ്രോബ്ലമൊക്കെ വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എന്നെ പുറത്താക്കിയിട്ട് ഏട്ടൻ കഥയൊക്കെ അടച്ചിട്ട് തന്നെത്താനെ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.